വീണ്ടും വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കലുങ്കിലിടിച്ച് യുവാവ് മരിച്ചു. പുല്ലൂര് കണ്ണിക്കര സ്വദേശി ജ്യോതിനഗർ തേരിയിൽ വീട്ടിൽ കുമാരന്റെ മകൻ പ്രശാന്താണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 8-ന് പുല്ലൂർ മിഷൻ ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം. കൂട്ടുകാരനുമൊത്ത് തൊമ്മാനയിലെ പണിസ്ഥലത്തേക്ക് പോയി മടങ്ങി വരികയായിരുന്നു പ്രശാന്ത്. രേഖയാണ് ഭാര്യ. അനന്തകൃഷ്ണൻ ഏകമകനാണ്. ഏങ്ങണ്ടിയൂരിൽ വീട്ടമ്മയുടെ സ്വർണവും പണവും അടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടതായി പരാതി. ഏങ്ങണ്ടിയൂർ കുണ്ടലിയൂർ നെടുമാട്ടുമൽ സുധാകരന്റെ ഭാര്യ തങ്കമണിയുടെ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. 3 മോതിരങ്ങളും 4000 രൂപയുമാണ് പേഴ്സിലുണ്ടായിരുന്നത്. ഏങ്ങണ്ടിയൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ പണയം വെച്ച ആഭരണങ്ങൾ തിരികെ എടുത്തു വരുന്നതിനിടെയാണ് സംഭവം. വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകി. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തിൽ 81 പോയിന്റോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെയും സംസ്കൃതം അധ്യാപിക TB സതി ടീച്ചറെയും അനുമോദിച്ചു. അറബിക് സാഹിത്യോത്സവത്തിൽ A ഗ്രേഡ് നേടിയ കുട്ടികളെയും അനുമോദിച്ചു. അനുമോദന യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് VC സുമ അധ്യക്ഷത വഹിച്ചു. മാനേജർ KK ശങ്കരനാരായണൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. VB സജിത്ത്, KS കിരൺ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ HMന്റെ കാലഘട്ടം പിറന്ന അന്ന് മുതൽ നമുക്ക് വാരിക്കോരി സമ്മാനങ്ങളും അതിലുപരിയായി വിജയങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. HMനെ പ്രത്യേകം അനുമോദിച്ചു കൊള്ളട്ടെ. ഇതിനു വേണ്ടി പ്രയത്നിച്ച സതി ടീച്ചർ ഇവിടെ ഒരിക്കൽ ഒരു ഷൂട്ടിംഗ് നടന്നിരുന്നു. അതായത് വിദ്യാഭ്യാസപരമായ സിനിമ പിടിക്കൽ. അതിൽ നായികയായി പ്രവർത്തിച്ചത് നമ്മുടെ സതി ടീച്ചറാണ്. ആ സതി ടീച്ചർ തന്നെയാണ് ഇന്നിപ്പോൾ സംസ്കൃതത്തിൽ ഏറ്റവും ഉന്നതമായ അംഗീകാരങ്ങളെല്ലാം നേടിക്കൊണ്ട് നമ്മളുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നുമില്ല. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് രഹിത ഗ്രാമമാകാൻ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പേപ്പർ സഞ്ചി, തുണിസഞ്ചി നിർമ്മാണ പരിശീലന പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത 20 പേർക്കാണ് പരിശീലനം നൽകുന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, പഞ്ചായത്ത് അംഗങ്ങളായ NV വിനോദൻ, ബാബു വലത്ത് എന്നിവർ സംസാരിച്ചു. സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ജില്ലാ കോർഡിനേറ്റർ S പ്രീതിയാണ് പരിശീലനം നൽകുന്നത്. ഒഴിവാക്കി എല്ലാ ദിവസവും ഈ പരിശീലനത്തിൽ പങ്കെടുത്തത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് മാർച്ച് 31-നുള്ളിൽ അതിന്റെ ശിലാസ്ഥാപനം നടത്തണമെന്നാണ് ആലോചിക്കുന്നത്. തീർച്ചയായും അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ തന്നെ നടത്താൻ അനുയോജ്യമായ സ്ഥലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പേപ്പർ ബാഗൊക്കെ ഉണ്ടാക്കുന്നതിന് വെറുതെ വലിയ കട്ടിംഗ് മെഷീനൊന്നും എടുത്ത് ഒത്തിരി പൈസ ഒന്നും കൊടുത്തൊന്നും നമുക്ക് സംരംഭം തുടങ്ങേണ്ട. ചെറിയൊരു കട്ടിംഗ് മെഷീൻ, കാലോട്ട് സൗകര്യം കട്ടിംഗ് മെഷീൻ വാങ്ങി പേപ്പർ കട്ട് ചെയ്ത് കൈകൊണ്ട് ഒട്ടിച്ച് ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ചെറിയൊരു മുതൽമുടക്കിൽ നമുക്ക് സംരംഭം സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ നമുക്ക് ഓർഡറുകൾ സ്വീകരിച്ച് നമുക്ക് ഓർഡർ പിടിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ വന്ന് 10 ബാഗ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി അടുത്ത ആൾ വന്ന് വരുന്നത് കാത്ത് നിങ്ങൾ ഇരുന്ന് 10 ബാഗ് ഉണ്ടാക്കാം, അങ്ങനെയാണെങ്കിൽ സംരംഭം വിജയിക്കില്ല. അപ്പൊ നമുക്ക് മാസം ഇത്ര ബാഗ് കൊടുക്കണം, അല്ലെ നമുക്ക് ഒരാഴ്ച ഇത്ര ബാഗ് കൊടുക്കണം എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് മാർക്കറ്റിൽ ഫിക്സ് ആയിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞാത്ത് ക്ഷീര കർഷകർ ഒത്തുചേർന്നു. കണ്ണിന് വിരുന്നൊരുക്കിയ കന്നുകാലി പ്രദർശനം ശ്രദ്ധേയം. സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ മതിലകത്തും തളിക്കുളത്തും ലോക വികലാംഗ ദിനം ആചരിച്ചു. ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കലുങ്കിലിടിച്ച് യുവാവ് മരിച്ചു. മരണപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.